തുടങ്ങട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما نافعا. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹം എത്ര പറഞ്ഞാലും നമുക്ക് മതി വരില്ല അല്ലെ. അത്രയും മഹത്തായ അനുഗ്രഹത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസങ്ങളും നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ ധാരാളം ശുക്ർ ചെയ്യുന്ന കാര്യത്തിൽ നമ്മളൊരു മടിയും കാണിക്കരുത്. എപ്പോഴും അള്ളാഹുവിന് ശുക്റുള്ള നല്ല അടിമകളായി തീരാൻ വേണ്ടിയിട്ട് എല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടപ്പെട്ട അവന്റെ തൃപ്തി ലഭിക്കുന്ന സജ്ജനങ്ങളായ നല്ല സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നന്മകളിൽ മുന്നേറാൻ ഇഷ്ടമുള്ള, താല്പര്യമുള്ള, ഉന്മേഷമുള്ള, ഉത്സാഹമുള്ള ഒരു കൂട്ടം നല്ല സഹോദരിമാരുടെ ഒരു കൂട്ടായ്മ അള്ളാഹു തആല എപ്പോഴും ഇതിനെ ഊർജ്ജസ്വലതയോടെ നിലനിർത്തി കൊണ്ടുപോകാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അള്ളാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും പ്രീതിയും ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ഇവിടെ ഇരിക്കാനും ഈ സദസ്സിന്റെ പ്രതിഫലങ്ങളെല്ലാം ആഗ്രഹിച്ചുകൊണ്ട് നല്ല നിയത്തോടെ ഇഖ്ലാസോടെ അതപോടെ എല്ലാ മാന്യതയോടും കൂടി ശ്രദ്ധയോടെ തീരുന്നത് വരെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. ഇപ്പൊ നമ്മള് ഇന്ന് സൂറത്തു ആല ഇമ്രാന്റെ തഫ്സീർ ക്ലാസ് ആണ്. അതിനു മുമ്പ് കഴിഞ്ഞ ആല ഇമ്രാൻ തഫ്സീർ ക്ലാസ്സിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കി ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇന്ന് തുടക്കത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അതായത് ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം കുറച്ച് പറയാന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പോ പിന്നെ നമ്മള് കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കി നമുക്ക് എന്ത് കാര്യം നമുക്ക് ചെയ്യാൻ കഴിയണമെങ്കിലും അള്ളാന്റെ സഹായം വേണം അല്ലെ. അള്ളാന്റെ സഹായം ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കൂല നമ്മൾ മനസ്സിലാക്കി അല്ലെ. ഏതൊരു കർമ്മം പിന്നെ നമുക്ക് ഇബാദത്തായിട്ട് നമുക്കത് ചെയ്യണമെങ്കിൽ അത് അള്ളാന്റെ പിന്നെ ഇഷ്ടവും തൃപ്തിയും മാത്രം ഉദ്ദേശിച്ചാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി. അത് കിട്ടണമെങ്കിൽ നമ്മളത് ഇഖ്ലാസോടുകൂടി ചെയ്യണം എന്ന് മനസ്സിലാക്കി. അത് ഇഖ്ലാസോടുകൂടി നമുക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അതിന്റെ അല്ലെ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ ഓരോ പിന്നെ ഫോർമാലിറ്റീസ് ഉണ്ട് അല്ലെ. അതിൻ്റെതായ പരിശ്രമങ്ങൾ നമ്മളെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അപ്പോൾ അതിൻ്റെതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടാവില്ല. ദുനിയാവെന്ന് പറയുന്നത് തന്നെ ഒരു പരീക്ഷണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോ അവിടെ എന്തൊരു പരീക്ഷണം വന്നാലും അതിലെല്ലാം നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹിന്റെ സഹായം നമുക്ക് അത്യാവശ്യം നമ്മൾ മനസ്സിലാക്കി അല്ലെ. അള്ളാഹിന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു പ്രയാസത്തിലും നമുക്ക് എളുപ്പം കിട്ടും. അപ്പോ അള്ളാഹുവിന്റെ സഹായത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അല്ലെ. അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി പിന്നെ അവസാനമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പിന്നെ ഇബാദത്ത് അല്ലെ. ഇബാദത്തിന് വേണ്ട ഏറ്റവും വലിയ കാര്യം അള്ളാഹിനോട് സഹായം ചോദിക്കില്ലെന്ന്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കാര്യം എന്ന് പറയുന്നത് ഹിദായത്താണ് അല്ലെ. അപ്പൊ ആ ഹിദായത്തിന് നമ്മൾ എന്താക്കണം, അള്ളാഹിനോട് നമ്മൾ ദുആ ചെയ്യണം, സഹായം ചോദിക്കണം. ഇസ്തിആനത്ത് അല്ലെ. നമ്മള് അള്ളാഹിനോട് പറഞ്ഞു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിയാറുകളോട് അല്ലെ നമ്മൾ പറയുമ്പോൾ റഹ്മാനായ റബ്ബ് നമ്മളോട് പറയും, എന്റെ അടിമേ, എന്റെ പ്രിയപ്പെട്ട അടിമേ, നീ എന്താണോ ചോദിക്കുന്നത് അത് ഞാൻ നിനക്ക് നൽകാം.
സുബ്ഹാനല്ലാ. അല്ലെ, നമ്മള് നിസ്കാരത്തില് എല്ലാ നിസ്കാരത്തിലും നമ്മള് റഹ്മാനായ റബ്ബിനോട് നമ്മള് മനസ്സറിഞ്ഞ് ഈ ചോദ്യം, ഈ ഒരു വാക്ക് നമ്മൾ പറയുമ്പോ അള്ളാഹ് ചോദിക്കും നമ്മളോട്, എന്റെ അടിമ നീ ചോദിക്ക്, നീ എന്താണ് ചോദിക്കുന്നത് അത് ഞാൻ നിനക്ക് നൽകാം. സുബ്ഹാനല്ലാ. അപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് എന്ത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. സത്യത്തില് പിന്നെ നമുക്ക് ശരിക്കും ഈ ഹിദായത്ത് എന്ന് പറയുമ്പോൾ നമ്മളെ അള്ളാഹിനോട് നമ്മൾ പറയുന്നില്ല, അള്ളാഹുവേ എന്നെ നീ നേരായ പാതയിലാക്കണേ. ഒരു അമുസ്ലിമായ അല്ലെങ്കിൽ ഒരു വിശ്വാസം ഇല്ലാത്ത അല്ലെങ്കിൽ ദീനപരമായിട്ട് വലിയ അറിവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാള് ഇത് ചോദിക്കുമ്പോ ഓക്കെ അല്ലെ, അവർക്ക് എന്ത് വേണം? ഹിദായത്ത് കിട്ടണം അല്ലെ. ഹിദായത്ത് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചോദ്യം ഓക്കെയാണ് അല്ലെ. എന്നാൽ ഹിദായത്ത് ഉള്ള ആൾക്കാരുണ്ടല്ലോ അല്ലെ, ഹിദായത്തുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാ, ഇപ്പോ നമുക്ക് നമ്മളെ തന്നെ ഉദാഹരണം പറയാം. നമ്മളിപ്പോ അള്ളാഹിന്റെ ഹിദായത്തിലാണ് അല്ലെ, അൽഹംദുലില്ലാ അല്ലെ. അല്ലെ, ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലാലോ. അള്ളാഹിന്റെ ഹിദായത്തിൽ തന്നെയാണല്ലേ നമ്മൾ ഓരോരുത്തരുള്ളത്. കാരണം നമുക്കിപ്പോ ഖുർആൻ പഠിക്കാൻ അവസരമുണ്ട്, ഖുർആൻ കേൾക്കാൻ അവസരമുണ്ട്, ഖുർആൻ പാരായണം ചെയ്യാൻ അവസരമുണ്ട്, ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ അവസരങ്ങളുണ്ട്, നിസ്കരിക്കാൻ അവസരങ്ങളുണ്ട് അല്ലെ. നിസ്കരിക്കാനും എല്ലാ ഇബാദത്തും ചെയ്യാനുള്ള തൗഫീഖ് ഇപ്പൊ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, നമ്മളെ ഹിദായത്തിന്റെ വഴിയിലാണ്. അപ്പൊ നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നതിലുള്ള ഉദ്ദേശം എന്താണെന്നറിയോ? നമ്മള് ഹിദായത്ത് കിട്ടിയവരാണ്. പക്ഷേ ആ ഹിദായത്തിന് എന്ത് വേണം? അതിന് നല്ല ഉറച്ച ആ ഒരു ഉറപ്പ് വേണം. ഈ ഹിദായത്ത് എന്ന് പറയുന്നത് എപ്പോഴും നിലനിൽക്കുമെന്ന് നമുക്ക് 100% ഉറപ്പിച്ചു പറയാൻ കഴിയോ? ഇപ്പൊ കിട്ടിയ ഈ ഒരു ഹിദായത്ത് എപ്പോഴും നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ ഹിദായത്തിൽ തന്നെ ആയിരിക്കും മരിക്കുന്നത് വരെ എന്ന് ആർക്കെങ്കിലും 100% ഉറപ്പിച്ച് പറയാൻ കഴിയോ? ഒരിക്കലും ഇല്ല അല്ലെ, ഒരിക്കലും പറയാൻ കഴിയൂല അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചോദിക്കുന്ന അറിയോ? ഈ ഹദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോ, അള്ളാഹുവെ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേ റബ്ബേന, സബ്ബിത്നാ സബ്ബിത്നാ, ഞങ്ങൾക്ക് നീ സബാത്ത് നൽകണേ അല്ലാ. നമ്മളെ ഹിദായത്തിൽ ഞങ്ങൾക്ക് നീ സബാത്ത് നൽകണേ. ഒരിക്കലും നമ്മളെ കൺട്രോളിലുള്ള കാര്യമേ അല്ല ഹിദായത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ അറിവിൽ അടിയുറച്ചവർ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന നമ്മൾ ഈ സൂറത്ത് ആല ഇമ്രാന്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ചില്ലേ? റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. അള്ളാഹുവേ അല്ലെ, റബ്ബന ഞങ്ങളുടെ റബ്ബേ, റബ്ബിന്റെ തർബിയത്ത് നമുക്ക് കിട്ടണം അല്ലെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ആ റബ്ബുൽ ആലമീനായ റബ്ബിന്റെ തർബിയത്ത് കിട്ടി വളരേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ ആ റബ്ബിനോട് നമ്മൾ റബ്ബനാ എന്ന് വിളിച്ചിട്ട് അള്ളാഹിനോട് പറയുന്നില്ലേ, ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, നീ ഞങ്ങൾക്ക് ഹിദായത്ത് നേർമാർഗം നൽകിയതിനു ശേഷം ഞങ്ങളെ നീ തെറ്റിക്കല്ലേ റബ്ബേ. മനസ്സറിഞ്ഞ് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. ഇപ്പൊ നമുക്ക് സബാത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്നത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങളെ നീ നേരായ പാതയിലാക്കണേ അല്ലാ. ആ ഹിദായത്തിൽ ഞങ്ങൾക്ക് നീ ഉറപ്പ് നൽകണേ അല്ലാ. പക്ഷെ നമ്മളെ കൺട്രോളിൽ ഉള്ള ഒരു കാര്യമേ അല്ല. ഇപ്പൊ നമ്മള് പിന്നെ ഇപ്പൊ ഓരോ ദിവസവും നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. ഒരു ന്യൂസ് പേപ്പർ എടുത്താൽ ശരിക്കും നമുക്ക് വായിക്കാൻ തോന്നൂല. അത്രമാത്രം അക്രമങ്ങളും പീഡനങ്ങളും പ്രശ്നങ്ങളും എന്തെല്ലോ നടക്കുന്നല്ലേ. ഇപ്പൊ നമ്മളത് കാണുമ്പോ എവിടേക്കോ നടക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങളാണ് നമ്മൾ വിചാരിക്കും. നമ്മളൊന്നും ഒരിക്കലും ഇതിലൊന്നും പെട്ടുപോകില്ല അല്ലെ, നമ്മളും നമ്മളെ മക്കളൊന്നും ഒരിക്കലും ഇതിന്റെ വഴിയിലായി പോകൂല എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഇതൊന്നും നമുക്ക് വരൂല എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഒരിക്കലും നമ്മൾ അങ്ങനെ വിചാരിക്കാൻ പാടില്ല എന്ന് പറയും. അതൊരു അഹങ്കാരത്തിന്റെ ലക്ഷണം പോലും. അതായത് ഇങ്ങനെയുള്ള അക്രമങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഈ ദുനിയാവിൽ നടക്കുമ്പോൾ ഞാനിതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടതാ, ഞാനും കുടുംബമൊക്കെ ഭയങ്കര ദീനാന്ന്, ഭയങ്കര അള്ളാ അള്ളാ എന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് എന്നൊന്നും നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. കാരണം നമുക്കറിയാം, നമ്മൾ കാണുന്നുണ്ടല്ലേ എന്തെല്ലാം പ്രശ്നങ്ങളാ ഓരോ സ്ഥലത്തേക്ക് കടന്നു വരുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, ആമീൻ. അപ്പൊ അത്തരം കാര്യങ്ങള് നമുക്ക് അള്ളാന്റെ തൗഫീഖ് ഇല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളിലേക്ക് കടന്നു വരാതിരിക്കണമെങ്കിൽ
നമ്മൾ ഒരിക്കലും കിബറ് കാണിക്കാൻ പാടില്ല. മാത്രല്ല നമുക്ക് അള്ളാന്റെ തൗഫീഖ് ഇല്ലെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൗഫീഖ് ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, ആമീൻ. അപ്പൊ നമുക്ക് എന്ത് വേണം? അള്ളാഹിന്റെ ഹിദായത്ത് വേണം, ഹിദായത്ത് തൗഫീഖ് വേണം, അല്ലെ? ഏറ്റവും വലിയ നിഅമത്താണ് അള്ളാഹു നമുക്ക് നൽകിയ ഈ ഒരു ഹിദായത്താകുന്ന ഇൽമിന്റെ വഴിയിൽ സഞ്ചരിക്കാൻ, അറിവ് നേടാൻ, അല്ലെ, പഠിക്കാൻ, നേടിയ അറിവ് അമൽ ചെയ്യാൻ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നമ്മൾ എത്രമാത്രം അനുഗ്രഹീതരാണല്ലേ. നമ്മൾ ഓരോ ഇൽമും എങ്ങനെ അമലാക്കാന്നുള്ള ഒരു പ്രാക്ടീസിലാണ് ഇപ്പോൾ ഉള്ളതില്ലേ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അള്ളാഹിനെ എത്ര സ്തുതിച്ചാലും മതിയാവൂല, എത്ര റഹ്മാനായ റബ്ബിനെ സ്തുതി പറഞ്ഞാലും ശുക്ർ ചെയ്താലും മതിയാകൂല. നമ്മള് അങ്ങേയറ്റം അങ്ങേയറ്റം ശുക്രുള്ളവരാകണം നമ്മള്. അതിന് നമുക്ക് കഴിയണം. അള്ളാഹു നമുക്ക് നൽകിയ ഈ ഹിദായത്ത് ഖിയാമത്ത് നാള് വരെ, അല്ലെ, ഖിയാമത്ത് നാള് വരെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് നമ്മൾ എപ്പോഴും, അതുകൊണ്ടല്ലേ അത് അത്രയും ഇമ്പോർട്ടന്റ് ആയ പ്രാർത്ഥന ആയതുകൊണ്ടായിരിക്കൂലേ അള്ളാഹു സുബ്ഹാനഹു തആല അത് സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ കൊടുത്തതും ആ സൂറത്തുൽ ഫാത്തിഹനെ നമുക്ക് 5 നേരത്തെ നിസ്കാരങ്ങളിൽ നിർബന്ധമായി പാരായണം ചെയ്യണം നമ്മൾക്ക് നിർബന്ധമാക്കിയതും അത് നമുക്ക് അത്യാവശ്യമായത് കൊണ്ടായിരിക്കൂലേ. നമ്മളെ സൃഷ്ടിച്ച നമ്മളെ റബ്ബിനറിയാം നമ്മളുടെ കാര്യം, അല്ലെ? ആ അള്ളാഹ്ക്ക് അറിയുന്നോണ്ടല്ലേ അള്ളാഹ് നമ്മളോട് പറയുന്നത്, നീ ഇത് ചോദിക്ക്, ഇത് ചോദിച്ചു കൊണ്ടേയിരിക്കും, മരണം വരെ നീ അത് ചോദിച്ചുകൊണ്ടിരിക്കണം, അല്ലെ? ഒരു ദിവസം 5 നേരത്തെ ഫർള് നമസ്കാരങ്ങളിൽ നമ്മൾ 17 തവണ ചോദിക്കുന്നുണ്ട്. അത് കൂടാതെ എത്ര എത്ര സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മൾ നമസ്കരിക്കുന്ന, അൽഹംദുലില്ലാ, അതിലൊക്കെ നമ്മൾ ചോദിക്കുന്നല്ലേ സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അപ്പൊ അത് ആ ചോദ്യം നമ്മളിത് കറക്റ്റ് ആകുന്നുണ്ടോ, പെർഫെക്റ്റ് ആകുന്നുണ്ടോ, നമ്മൾ ഓരോരുത്തർ ചിന്തിക്കണം. നമ്മൾ എത്ര വർഷങ്ങളായി നിസ്കരിക്കുന്നു, എത്ര വർഷങ്ങളായി നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ ഹിദായത്ത് നമ്മൾ മനസ്സറിഞ്ഞെപ്പോഴും ചോദിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കണം. നമ്മൾ മനസ്സറിഞ്ഞ് നമ്മൾ ഇതിന്റെ അർത്ഥം പഠിച്ച്, നമ്മൾ അർത്ഥം പഠിച്ച് 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 പല 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 ക്ലാസ്സുകളിലൂടെയും നമ്മൾ പഠിച്ച് റിപ്പീറ്റ് 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 ആയിട്ട് പഠിച്ച് ഒരുപാട് തവണ പഠിച്ച്, അൽഹംദുലില്ലാ. പഠിക്കാത്തവരുണ്ടാകാം, ആദ്യമായി ക്ലാസ് കേൾക്കുന്നവരും ചിലപ്പോൾ ഈ ക്ലാസ്സിൽ ഉണ്ടാകാം, വർഷങ്ങളായി കേട്ട് 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 തഴമ്പ് പിടിച്ച ആൾക്കാരുണ്ടാവും. എല്ലാവരോടും കൂടിയിട്ട് പറയുന്നതാണ്, ഇനിയെങ്കിലും നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് നമ്മളെ റബ്ബിനോട് നമുക്ക് ചോദിക്കാൻ കഴിയണം ഹിദായത്തിന് വേണ്ടിയിട്ട്. കാരണം എന്താ അറിയോ, ഖിയാമത്ത് നാളാകുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിന്, ഒരു ഒരു മുഅ്മിൻ ഒരു മുഅ്മിൻ അവൻ പകൽ മുഅ്മിനായ ഒരു വ്യക്തി രാത്രിയാകുമ്പോഴത്തേക്ക് കാഫിറായി പോകുന്നു. ഖിയാമത്ത് നാളാകുമ്പോ സംഭവിക്കുന്നതാ. രാവിലെ മുഅ്മിനായിരിക്കും, രാത്രിയാകുമ്പോഴത്തേക്ക് കഫിർ. എന്ന് വെച്ചാൽ മനസ്സങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കൂല, ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാത്ത വല്ലാത്തൊരവസ്ഥ, വല്ലാത്തൊരവസ്ഥ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, ആമീൻ. അതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഈ കൽബെന്ന് പറയുന്നത് മുഖല്ലിബാന്നല്ലേ, മുഖല്ലിബുൽ ഖുലൂബാന്നല്ലേ. അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. എങ്ങനെ വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. കൽബി എന്ന് പറയുമ്പോ എന്റെ കൽബിന് നീ ഹിദായത്തിൽ ഉറപ്പിച്ചു തരണേ എന്നാണ്. ഖുലൂബന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എന്നുള്ള വ്യത്യാസമുള്ളൂ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക് എന്നും പറയാം, സബ്ബിത് ഖൽബി അലാ ദീനിക് എന്നും പറയാം. രണ്ട് രീതിയിലും പ്രാർത്ഥിക്കാം. അപ്പൊ ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഏറ്റവും കൂടുതലായിട്ട് അധികരിപ്പിച്ച പ്രാർത്ഥനയാന്ന് പറയുന്നത്, അല്ലെ? നമ്മളത് പഠിച്ചില്ലേ? ശരിക്കും അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാർത്ഥന ഇത്രയും അധികരിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പ്രാർത്ഥിക്കണത്, നമുക്ക് എത്ര അത്യാവശ്യമാണത്, അല്ലെ? അപ്പം നമ്മളത് എപ്പോഴും പ്രാർത്ഥിക്കുക. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം നമ്മൾ മറക്കാതെ ആ ഒരു ഓർമ്മയോട് കൂടി ഫാത്തിഹ ഓതാൻ, ഒരു യാന്ത്രികമായി പോകാതെ നമ്മളെ നിസ്കാരത്തിൽ അറ്റ്ലീസ്റ്റ് ആ ഫാത്തിഹ എങ്കിലും, ഇല്ലേ, ആ ശ്രദ്ധയോടെ ഓതാൻ എല്ലാവർക്കും അള്ളാഹു ആ ഒരു പരിശ്രമം എല്ലാവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ. ഫാത്തിഹ മാത്രമല്ല, നിസ്കാരം മുഴുവനും നമുക്ക് ശ്രദ്ധയോടെ നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. അപ്പോ നമ്മള് ഈ ഒരു പ്രാർത്ഥന, ഈ ഹിദായത്ത്, ഇതിന സിറാത്തൽ മുസ്തഖീമിലെ ഇസ്തിഖാമത്ത്, സബാത്ത്,
ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഹിദായത്ത് ഉള്ള ആളുകള് ഇതിന്റെ സബാത്തിന് വേണ്ടിയിട്ടാണ് ശരിക്കും ചോദിക്കുന്നത്. സബാത്ത്, ഇസ്തിഖാമത്ത്, അതിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖിന് വേണ്ടിയിട്ട്, സ്ഥിരതക്ക് വേണ്ടിയിട്ട്. അള്ളാഹു തആല അപ്പോ നമുക്ക് അൽഹംദുലില്ലാ അതിനുള്ള അവസരം തന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മൾ അള്ളാഹുവിന് എന്താക്കണം? ശുക്റുള്ളവരാകണം, നന്ദി കാണിക്കുന്ന നല്ല അടിയാന്മാരാകണം, നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹുവിന് അങ്ങേയറ്റം നന്ദിയുള്ളവരാകാൻ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. അതുപോലെ നമുക്ക് പിന്നെ അൽഹംദുലില്ലാ ഹിദായത്ത് കിട്ടിയില്ലേ. ഹിദായത്തിൽ നമ്മൾ സ്ഥിരത ചോദിച്ചു. പിന്നെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം പറയുമ്പോൾ പിന്നെന്താ ഒരു ഓർമ്മ വരേണ്ടത്? ഹിദായത്ത് വർദ്ധിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് സിദ്ന അല്ലെ, സബ്ബിത്ന സിദ്ന. സബ്ബിത്ത്, സബാത്ത് എന്ന് പറഞ്ഞാല് ഉറപ്പിച്ചു നിൽക്കുക, സാദ എന്ന് പറഞ്ഞാല് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. സിദ്ന റബ്ബി സിദ്ന ഇൽമ എന്ന് പറയുന്നില്ലേ, അതുപോലെ ഈ ഹിദായത്ത് നമ്മൾ ചോദിക്കുക നമുക്ക് അതിന്റെ വർധനവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മള് രാവിലെ ഉറങ്ങി എഴുന്നേറ്റ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ, അതാണല്ലോ നമ്മളൊരു ദിവസം എന്ന് പറയുന്നത് അല്ലെ. രാത്രി രാവിലെ ഉറങ്ങി എഴുന്നേൽറ്റ മുതൽ രാത്രി ഉറങ്ങുന്ന വരെയുള്ള നമ്മളെ സമയങ്ങൾ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലെ. ഒരു വിശ്വാസിക്ക് എല്ലാ കാര്യങ്ങളും നല്ല നിയത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ എല്ലാം അവന് ഇബാദത്താക്കി മാറ്റാൻ സാധിക്കും. ഓൾറെഡി അവൻ ചെയ്യുന്ന ദിനചര്യകൾ, ദിനകൃത്യങ്ങൾ പോലും റബ്ബിന്റെ പ്രീതിയും പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടി നല്ല നിയത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ അവനത് ഏറ്റവും എന്താ പറയാ ഒരു പ്രതിഫലം കിട്ടുന്ന കർമ്മമാക്കിയിട്ട് മാറ്റാൻ സാധിക്കും എല്ലാ കാര്യങ്ങളും. അപ്പം നമുക്ക് ഇപ്പം രാവിലെ മുതൽ രാത്രി വരെയുള്ള ഓരോ കാര്യങ്ങളും എല്ലാം ഇബാദത്ത് തന്നെ അല്ലെ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാല് നമുക്ക് എന്തായാലും ബാത്റൂമിൽ പോകണം അല്ലെ. അവിടെ ബാത്റൂമിൽ പോകുമ്പോ ബിസ്മില്ലാ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്, സുബ്ഹാനല്ലാഹ്, ഒരു സുന്നത്ത് ഇല്ല, ഒരു ഇബാദത്തായി. ബാത്റൂമിൽ പോകുന്നത് പോലും ഒരു ഇബാദത്തായി മാറി. അവിടെ എത്തിയില്ലേ, പല്ല് തേക്കുന്നു, wudu എടുക്കുന്നു, സുബ്ഹാനല്ലാഹ് അല്ലെ. പല്ല് തേക്കൽ എന്താ, നമുക്കൊരു ആവശ്യമാണ്, ബാത്റൂമിൽ പോക്ക് ഒരു ആവശ്യമാണ്, എന്നാ അതൊരു സുന്നത്തുമാണ്. പല്ല് തേക്കൽ എന്താ, ഒരു ആവശ്യമാണ്, അതെന്തായാലും അല്ലെ, മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും അത് ചെയ്യുമല്ലോ. പക്ഷെ ഒരു മുസ്ലിമിന് എന്താണ്, ഒരു വിശ്വാസിക്ക്, ഒരു മുഅ്മിൻ എന്താണ്, അത് ഇബാദത്താണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. അത് വലത്തേതിനെ മുന്തിച്ച് ചെയ്യുക, ബാത്റൂമിൽ കയറുമ്പോ ഇടതുകാല് വെച്ച് കയറുക, അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചോക്ക്, എല്ലാ ഇബാദത്താണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഇത് കഴിഞ്ഞ് നിസ്കാരത്തിലേക്ക് എടുക്കാം, തഹജ്ജുദ് അല്ലെ, സുന്നത്ത് നമസ്കാരങ്ങൾ ഓരോന്നും, ഖുർആൻ പാരായണം, ഇതെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും. ഇതെല്ലാം നമുക്ക് ചെയ്താൽ പ്രതിഫലമുണ്ട് എന്നുള്ളത് നമുക്കറിയാം അല്ലെ. പല്ല് തേക്കാന്നുള്ളത് മുസ്തഹബായ സുന്നത്താണ് നമുക്കറിയാം. അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്കറിയാം. പക്ഷേ നമ്മളെ മനസ്സിൽ ഒരു നിയത്തും ഇല്ല. ഒരു സാധാരണ ഒരു യാന്ത്രികമായിട്ട് ഒരു പുഷ്പയും ഒരു സീതയും ഒരു രാമനും എല്ലാം ചെയ്യുന്നത് പോലെ നമ്മളും ചെയ്താല് അതെന്താവും, അത് അവര് ചെയ്താൽ എന്താണോ അതിൽ കിട്ടുന്ന കാര്യങ്ങൾ, അത് ബെനിഫിറ്റ്, ചിലപ്പോൾ ദുനിവിയായ പ്രയോജനങ്ങൾ അതിലുണ്ടാകും. വായനാറ്റം ഉണ്ടാവില്ല, പല്ലിന് കേട് വരൂല അല്ലെ, പിന്നെ ചിലപ്പോൾ ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാവും, അതെല്ലാം ചിലപ്പോൾ നമുക്കും കിട്ടും. പക്ഷേ നമുക്ക് അള്ളാന്റെ അടുത്തുനിന്നുള്ള കൂലിയോ അത് കിട്ടൂല അല്ലെ. ഒരു നിയത്തൊന്നും ഇല്ലാതെ നോർമലി എല്ലാരും ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്താൽ അത് സാധാരണ പോലത്തെ ഒരു പ്രതിഫല സോറി ഒരു കർമ്മമായിട്ട് മാത്രം മാറും. നേരെ മറിച്ച് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ, ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരാണെങ്കിലും, ഒരു പേജ് ഖുർആൻ ഓതുന്നതാണെങ്കിലും, ഇനി നിസ്കാരം, എന്ത് കർമ്മാണെങ്കിലും, ഏത് കാര്യമായാലും അതിനെല്ലാം എന്ത് വേണം, നല്ല രീതിയിൽ നമുക്ക് ചെയ്യണമെങ്കിൽ അള്ളാന്റെ ഹിദായത്ത് വേണം എന്ന് പറയും. ഓരോ കർമ്മത്തിനും ഓരോ ഹിദായത്ത് വേണം പോലും. ഓരോ കർമ്മത്തിനും ഓരോ ഹിദായത്ത് അത്യാവശ്യമാണെന്ന് പറയുന്നത്. ഇപ്പം അത് ഓരോ കർമ്മത്തിനും ഓരോ ഹിദായത്ത് വേണം എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലുള്ള കാര്യത്തിനായിരിക്കും ഹിദായത്ത് വേണ്ടി വരാം. ഇപ്പൊ ചിലർക്ക് നിസ്കാരം എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിരിക്കും, അവർക്കത് ഭയങ്കര എളുപ്പമുള്ളതായിരിക്കും, ചെയ്യുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റും നല്ല നല്ല രീതിയിൽ ഒരുപാട് നിസ്കരിക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ട്. തഹജ്ജുദിന് നേരത്തെ എഴുന്നേറ്റ് ഒരുപാട് നേരം നിന്ന് ഒരുപാട് ദീർഘമായി ഖുർആൻ പാരായണം ചെയ്ത് അങ്ങനെ നിസ്കരിക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ട്. മാഷാ അല്ലാ, അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ, ആമീൻ. അത് അതിന് പറ്റാത്ത ചില ആൾക്കാരുണ്ട് അല്ലെ.
പക്ഷെ ചിലപ്പോ അവര് നേരത്തെ എഴുന്നേൽക്കാനും കുറെ ദീർഘനേരം ഓതി നിസ്കരിക്കാനൊന്നും പറ്റാത്ത ചില ആൾക്കാരുണ്ടാവും. പക്ഷെ അവര് എഴുന്നേൽക്കുന്നു നിസ്കരിക്കുന്നൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ചിലപ്പോ അവരില്ലേ ദിക്റുകൾ ധാരാളം ചെയ്യുന്നുണ്ടാവും. നേരത്തെ ഒരുപാട് നിസ്കരിച്ച ആൾക്ക് ചിലപ്പോ ദിക്റിന്റെ കാര്യത്തിൽ അത്ര ശ്രദ്ധ പതിപ്പിക്കാൻ കഴിഞ്ഞോളന്നില്ല. എല്ലാത്തിനും കഴിയുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നത് ചിലർക്ക് ചില കാര്യത്തിലേക്ക് കൂടുതൽ ഇത്. ചില ആൾക്കാർക്ക് നോമ്പെടുക്കുന്നതിന് ഒരു വിഷമവും ഉണ്ടാവില്ല. എത്ര നോമ്പ് വേണമെങ്കിലും എടുക്കാൻ കഴിയും. തിങ്കളും വ്യാഴം എടുക്കുക, അതെല്ലാതെയും എടുക്കുക, അങ്ങനെ എടുക്കാൻ പറ്റുന്നവരുണ്ട്. ഒരു പ്രയാസം ഇല്ലാതെ നോമ്പെടുക്കാൻ പറ്റുന്നവരുണ്ട്. ചില ആൾക്കാർക്ക് ധാരാളമായി ദീർഘമായി ഖുറാൻ പാരായണത്തിനായിരിക്കും നല്ലൊരു ഇത് കിട്ടുന്നുണ്ടാകാം. അപ്പൊ ഓരോരുത്തർക്കും ഓരോന്നില്ല. ഇപ്പം നമുക്ക് ഒന്നിലും നല്ല ഓക്കെ ആണെങ്കിൽ മറ്റേതിൽ നമുക്ക് എന്തുണ്ട്, നമുക്ക് ഹിദായത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഓരോ കർമ്മത്തിനും ഓരോ കാര്യത്തിലും കുല്ലു അമലിൻ യഹ്താജു ഇല ഹിദായ എന്ന് പറയും. എല്ലാ അമലും ഹിദായത്തിലേക്ക് ആവശ്യമാണ്. ഹിദായത്ത് ആവശ്യം എല്ലാ അമലിനും ഹിദായത്ത് എന്നുള്ളത് അത്യാവശ്യമാണെന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോ നമ്മൾ അതിനു വേണ്ടിയിട്ട് എന്താക്കണം, അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. എഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നാ പറഞ്ഞ അല്ലെ, സിറാത്തൽ മുസ്തഖീം. ആ സിറാത്തൽ മുസ്തഖീമിന് സിറാത്തിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു സിറാത്ത്, ആ വഴി, മാർഗം അല്ലെ, നേരായ വഴിയിലാക്കണേ, നേരായ പാതയിലാക്കണേ, അല്ലെ നേരായ മാർഗത്തിലാക്കണേ, ഇങ്ങനൊക്കെയല്ലേ നമ്മൾ അതിന്റെ അർത്ഥം പറയുന്നത്. ചൊവ്വായ, നേരായ, മുസ്തഖീമായ അല്ലെ പാതയിൽ, വഴിയിൽ, മാർഗത്തിൽ എന്നൊക്കെ പറയും അല്ലെ. സത്യത്തില് ആ ഒരു പാത അത് സിറാത്ത് ആകണമെങ്കിൽ, സിറാത്ത് എന്ന് പറയുമ്പോൾ പാത, വഴി എന്നുള്ളതിന് അറബിയിൽ വേറെയും വാക്കുകളുണ്ട് അല്ലെ. സബീല്, ത്വരീഖ്, അങ്ങനെ പല വാക്കുകളുണ്ട്. പക്ഷെ ഇപ്പം ഒരു വഴി ചോദിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും സിറാത്ത്, അങ്ങോട്ടേക്കുള്ള സിറാത്ത് ഏതാന്ന് ചോദിക്കൂല അല്ലെ. ഇപ്പൊ ഒരു പാത, ഒരു വഴി അത് സിറാത്ത് ആകണമെങ്കിൽ അതിന് കുറെ കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതായത് ഒന്നാമത് വഴിക്ക് പറയുന്നത് എന്താ അറിയോ, അത് നല്ല വീതിയുള്ള, പിന്നെ എല്ലാവർക്കും കടക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാകണം. സുബ്ഹാനല്ലാഹ്. സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാല് അതാണല്ലേ, എല്ലാവർക്കും അതിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അതിൽ തന്നെ ആയി മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അല്ലെ. എപ്പോഴും അള്ളാഹു മരണം വരെ നമുക്ക് അള്ളാഹു നൽകിയ ഈ ഹിദായത്ത് നഷ്ടപ്പെടുത്താതെ നല്ല സ്ട്രോങ് ആയ ഈമാനോടുകൂടി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. എപ്പോഴും മനസ്സറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. എത്ര ആൾക്കാരാണ് സത്യത്തിന്റെ വഴിയിലായിട്ട് തെറ്റിപ്പോയ ആൾക്കാർ. നമ്മൾ വിചാരിക്കും ഒരിക്കലും ഇല്ലേ, നമ്മളൊന്നും സലഫിയത്തൊന്നും പോകൂല, സലഫിയത്തൊന്നും തെറ്റിപ്പോകൂല, നമ്മളെ മക്കളൊന്നും അങ്ങനെ ആവൂല എന്ന് നമ്മൾ വിചാരിക്കേ വേണ്ട. നമുക്ക് അങ്ങനെ ഒരു ഉറപ്പുമില്ല. നമ്മൾക്ക് അതിന്റെ കൺട്രോൾ നമ്മളെ കയ്യിലല്ല അല്ലെ. എത്ര ആൾക്കാരാ വഴി തെറ്റിപ്പോയത് സത്യം അറിഞ്ഞിട്ട് നിരീശ്വരവാദങ്ങളിലേക്കും യുക്തിവാദത്തിലേക്കും ഒക്കെ പോയ എത്ര ആൾക്കാരാന്നല്ലേ. അള്ളാഹു കാത്തു രക്ഷപ്പെട്ട. അമ്മേ, അപ്പൊ നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മൾ ഒരിക്കലും വിചാരിക്കണം നമ്മൾ ഇതിലത്തെ നമുക്കൊരു ശിർക്കും വരൂല, നമ്മളൊരു ശിർക്കും, നമ്മൾ തൗഹീദിന്റെ ആൾക്കാരാ എന്നൊന്നും നമ്മൾ വിചാരിച്ച് അഹങ്കരിക്കേ വേണ്ട. ഒരിക്കലും അങ്ങനെ വിചാരിക്കണ്ട. അതിന് ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കാനേ പാടില്ല. ഒരു തിന്മയിലേക്ക് നമ്മളെ മക്കളോ നമ്മളോ പോകാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം, ഒരു വഴി നമ്മൾ ഒരിക്കലും ഒരുക്കരുത്. അതിനൊരു വഴി നമ്മൾ ഉണ്ടാക്കരുത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാ. അപ്പം അത് വീതിയുള്ളത്, അതായത് എല്ലാവർക്കും പ്രവേശിക്കാൻ കഴിയുന്നതാണ് സിറാത്തുൽ മുസ്തഖീം. അതുപോലെ ആ സിറാത്ത് അതിനൊരു ലക്ഷ്യമുണ്ട് അല്ലെ. ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിക്കണം. ആ ലക്ഷ്യം എന്താ? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ എല്ലാ കാര്യത്തിനും നമുക്ക് ഹിദായത്ത് വേണം എന്നുള്ളത് വന്ന് അല്ലെ. ഹിദായത്തിന് നമുക്ക് ഉറപ്പ് വേണമെന്ന് പറഞ്ഞു, നമുക്ക് ഹിദായത്തിൽ വർധനവ് വേണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ ഹിദായത്തിലൂടെ നമ്മളൊരു ലക്ഷ്യം കാണണം അല്ലെ. എന്താണ് നമ്മൾ ആ ഹിദായത്തിന്റെ ലക്ഷ്യം? ഹിദായത്തിന്റെ ലക്ഷ്യം എന്താ? സ്വർഗം അല്ലെ, അള്ളാന്റെ തൃപ്തി. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ വദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. നമുക്ക് ഈ വാക്കുകൾ കേൾക്കാൻ കഴിയണ്ടല്ലേ. അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട നല്ലൊരു ഇബാദ ആകണ്ടേ നമുക്ക്.
അള്ളാന്റെ ആ വിളി നമുക്ക് കേൾക്കണ്ടേ? അപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം, ലക്ഷ്യം ആ സ്വർഗം, ആ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഹിദായത്ത്. അപ്പൊ നമ്മൾ എന്താക്കണം? അതിനുവേണ്ടി പരിശ്രമിക്കണം. അല്ലെ? വെറുതെ ഇരുന്ന സ്വർഗം കിട്ടോ? വെറുതെ ഇരുന്ന സ്വർഗം കിട്ടോ? കിട്ടൂല. വല്ലദീന ജഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലന. ആരാണോ എന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നത്, അല്ലെ? ജിഹാദ്, ജാഹദ, ജിഹാദ് എന്ന് പറയുമ്പോ അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം മാത്രമല്ല, അല്ലെ? എല്ലാം ജിഹാദ് തന്നെയാണ്. സ്വന്തം നഫ്സിനോടാണ് ഏറ്റവും വലിയ ജിഹാദ് നമുക്ക് ചെയ്യാനുള്ളത്, നമ്മളെ ശഹവത്തുകളോട്, നമ്മളെ ദേഹേച്ഛകളോട്. അപ്പൊ അതിന് നമ്മൾ പരിശ്രമിച്ചാല് തീർച്ചയായും അല്ലാഹു തആല നമുക്ക് ഇഷ്ടം പോലെ വഴികൾ നമ്മളെ മുമ്പിൽ തുറന്നു തരുന്ന പറഞ്ഞത്. സിറാത്ത്, അല്ലെ? ആ സിറാത്ത് നേരായ പാതയാകണം. ഒരിക്കലും വളഞ്ഞ പൊളിഞ്ഞതല്ല, നേരായ ചൊവ്വായ, അല്ലെ? ഒരിക്കലും ഒരാൾക്ക് സ്വർഗത്തിലേക്ക് ഇപ്പം ഒരാൾ ബിസിനസ് നടത്തുന്നു, അയാൾക്ക് അതിന് ലാഭം ഉണ്ടാക്കണമെങ്കിൽ അയാൾക്ക് വളഞ്ഞ വഴി ഉപയോഗിക്കാം, അല്ലെ? അതായത് ആൾക്കാരെ പറ്റിച്ചിട്ടൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെ? പക്ഷെ അതിലൊന്നും ഒരു ബർക്കത്തും ഉണ്ടാവൂല. ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ എളുപ്പാന്ന്. സത്യസന്ധമായി കച്ചവടം ചെയ്യുന്ന ആൾക്ക് ചിലപ്പം വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആ ലാഭം, വലിയ ലാഭമൊന്നും ഇല്ലെങ്കിലും ആ കിട്ടുന്ന തുച്ഛമായ വരുമാനം എന്ന് പറയുന്നത് അതിൽ നല്ല ബർക്കത്ത് ഉണ്ടാവും ചെയ്യും. നമുക്ക് നാളെ അത് റബ്ബിന്റെ കോടതിയിൽ ഒരു തരത്തിലും നമുക്ക് എതിരായി വരൂല. നേരെ മറിച്ച് വളഞ്ഞു കുടിഞ്ഞ് സമ്പാദിച്ച് ബിസിനസ് ചെയ്തിട്ട് ഒരുപാട് നേടിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും ഒരിക്കലും അവന് സ്വർഗാവകാശിയാകാൻ കഴിയൂല, അല്ലെ? ആൾക്കാരെ പറ്റിച്ചിട്ട്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, ആമീൻ. അപ്പം സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് എന്താണ്? അത് നേരായ വഴിയാണ്. അതിനെന്തില്ല? വക്രതയില്ല. അതിന് വളഞ്ഞു തിരിഞ്ഞ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരെ വാ നേരെ പോ, അതാണ് സ്വർഗത്തിന്റെ വഴി എന്ന് പറയുന്നത്. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നല്ലതും ചീത്തയും വേർതിരിച്ച് മനസ്സിലാക്കി തന്നിട്ടുണ്ട്, അല്ലെ? തെറ്റ് ഏതാണ് ശരി ഏതാണെന്ന് നമുക്ക് കറക്റ്റ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോ നമ്മൾ എന്താക്കണം? അതില് നല്ലത് തിരഞ്ഞെടുക്കണം. അതിനുള്ള ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്, അതിനുള്ള സന്മാർഗം നമുക്ക് തന്നിട്ടുണ്ട്, അതിനുള്ള ഒരു ഗ്രന്ഥം നൽകിയിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ നമുക്കൊരു പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു തആല നിയോഗിച്ച് തന്നിട്ടുണ്ട്. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമുക്ക് അള്ളാഹു തന്നിട്ടുള്ളത്. അപ്പം ഈ സ്വർഗ നമ്മളെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ചോദിക്കുമ്പോ ആ ലക്ഷ്യത്തിലേക്കുള്ള, ആ സ്വർഗത്തിലേക്കുള്ള ഒരു വഴി, അല്ലെ? അതേതാ വഴി? ആ വഴിയാണെന്ത്? ഇസ്ലാം. ആ ഒരു വഴി എന്ന് പറയുന്നത് അത് ഇസ്ലാം മാത്രം. വേറെ ഏത് വഴിയിൽ പ്രവേശിച്ചാലും നോ ചാൻസ്. ഇസ്ലാം ആകുന്ന വഴിയിൽ പ്രവേശിച്ചിട്ട് ഈമാനാകുന്ന മാർഗത്തിലൂടെ സഞ്ചരിച്ചാല് ഹിദായത്തിലൂടെ അവൻ എവിടേക്ക് എത്താം? ജന്നത്തിലേക്ക് എത്താൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. അല്ലെ? അള്ളാഹ് നമ്മളെ ഈ സൂറത്തിൽ തന്നെ പഠിച്ചത് എത്ര പ്രാവശ്യം നമ്മൾ ഓതിയല്ലേ? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ദീൻ എന്നാല് അള്ളാഹിന്റെ അടുത്ത് എന്താണ്? അള്ളാഹിന്റെ അടുത്തുള്ള മതം എന്ന് പറയുന്നത് അത് ഇസ്ലാമാണ്. ഇസ്ലാം മാത്രം, അല്ലെ? ആരെങ്കിലും ഇസ്ലാം അല്ലാത്തത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവന്റെ അടുത്ത് നിന്ന് അള്ളാഹു ഒന്നും സ്വീകരിക്കൂല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, ആമീൻ. അപ്പൊ നേരായ ഒരേ ഒരു വഴി, ഒരേ ഒരു മാർഗം, ഒരേ ഒരു പാത എന്ന് പറയുന്നത് എന്താണ്? ഇസ്ലാമാണ്. അപ്പം ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ അതെല്ലാം നമ്മളെ മനസ്സിലേക്ക് ഓടി വരണം. എല്ലാ കാര്യത്തിലും നമുക്ക് അള്ളാഹിന്റെ ഹിദായത്ത് വേണം. ആ ഹിദായത്ത് നമുക്ക് ഉറപ്പിച്ചു കിട്ടണം, ഹിദായത്ത് വർദ്ധിപ്പിച്ചു കിട്ടണം. ആ ഹിദായത്തിൽ നമുക്ക് സ്വർഗം കിട്ടണം. ആ സ്വർഗത്തിന് വേണ്ടിയിട്ട് ഇസ്ലാമിന്റെ വഴിയിലല്ലേ? ശരിക്കും നമ്മൾ എത്ര വലിയ ഭാഗ്യം ചെയ്തവരാന്ന്. അൽഹംദുലില്ലാ, നമ്മളെ ജന്മനാ നമ്മള് മുസ്ലിമായി ജനിച്ചില്ലേ? നമ്മളൊരു മുസ്ലിമായ മാതാപിതാക്കളുടെ മക്കളായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ ജനിക്കാൻ അവസരം തന്നില്ലേ റബ്ബ്? എന്നിട്ട് നമ്മളെ ദീൻ പഠിപ്പിച്ചില്ലേ? നിരന്തരം ദിവസേന നമുക്ക് ദീൻ പഠിക്കാനും കേൾക്കാനുള്ള അവസരം നമുക്ക് അള്ളാഹു തന്നുകൊണ്ടിരിക്കുകയല്ലേ എന്നല്ലേ?
ഒരു ദിവസം പോലും മുടങ്ങാതെ നമ്മളെ റബ്ബ് ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ഒരു ദിവസത്തിന് എത്ര തവണ? ഒരു തവണയല്ല അല്ലെ? സുബ്ഹാനല്ലാഹ്. നമുക്ക് എത്ര എത്ര ക്ലാസ്സുകളാണ്, വ്യത്യസ്ത രീതിയിലുള്ള പല വിധത്തിലുള്ള ക്ലാസ്സുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നില്ലേ? രാവിലെ, ഉച്ചക്ക്, രാത്രി അല്ലാണ്ട് അതിന്റെ ഇടയിൽ 11 മണിക്ക് വൈകുന്നേരം 6 മണിക്ക്, 7 മണിക്ക് ഇങ്ങനെ ഓരോ ഗ്രൂപ്പുകൾ ക്ലാസ് ഇങ്ങനെ നടത്തുന്നു. അതെല്ലാം നമുക്ക് ഇങ്ങനെ നമ്മളെ മുമ്പിൽ, നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് നിങ്ങൾ കയറിക്കോ, അല്ലെ? രാവിലെ സൗകര്യമുള്ളവർക്ക് രാവിലെ കയറാം, ഉച്ചക്ക് സൗകര്യമുള്ളവർക്ക് ഉച്ചക്ക് കയറാം, അതിനിടയിൽ സൗകര്യമുള്ളവർക്ക് അങ്ങനെ. ഇനി അതിനൊന്നും കഴിയില്ല, നിങ്ങൾക്ക് റെക്കോർഡിങ് കേൾക്കാം, അല്ലെ? എന്തെല്ലാം അവസരങ്ങളാണ്. അൽഹംദുലില്ലാ. നമ്മളല്ല എത്ര എത്ര അനുഗ്രഹത്തിലാണ് നമ്മളല്ല ആക്കിയിട്ടുള്ളത്. നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്, നമ്മൾ അള്ളാഹ്ക്ക് ഇതിനെല്ലാം ശുക്ർ ചെയ്യുന്നുണ്ട്. ഇസ്ലാമിന്റെ വഴിയിൽ നമ്മളാക്കിയില്ലേ? ഈമാനിന്റെ വഴിയിൽ നമ്മളാക്കിയില്ലേ? ഹിദായത്തിന്റെ വഴിയിൽ നമ്മളാക്കിയില്ലേ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അതുപോലെ തന്നെ ക്ലിയർ ക്ലിയർ ആയിരിക്കണം എന്ന് പറയുന്നു. സിറാത്ത് ക്ലിയർ, അല്ലെ? ക്ലിയർ ആയിട്ടുള്ള അള്ളാഹുവിലേക്കുള്ള റൂട്ട്, ആ വഴി, അത് ക്ലിയർ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായത്. പരിശുദ്ധമായത് അതെന്താ? അത് ഇസ്ലാം അല്ലാതെ മറ്റെന്താ ഉള്ളത് അതിൽ, അല്ലെ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ശരിക്കും മറ്റു മതങ്ങൾ എടുത്തു നോക്ക്, മറ്റു മതങ്ങളിൽ എല്ലാത്തിനും പ്രശ്നങ്ങളാ, എല്ലാത്തിലും അതിൻ്റെതായ ഒരുപാട് പോരായ്മകളുണ്ട്. കാരണം അതെല്ലാം മനുഷ്യരുടെ കൈകൾ കടത്തിക്കൂട്ടിയതിന്റെ അനന്തരഫലമായിട്ടെല്ലാം വികൃതമായി പോയി. ഇന്ന് അള്ളാഹുവിന്റെ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ മതമായിട്ടുള്ളത് അത് ഏക മതമായ ഇസ്ലാം മാത്രമാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അതുപോലെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം പറയുമ്പോൾ ആ സിറാത്ത് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തതായിരിക്കണം, ഏറ്റവും അടുത്ത പാത, അതായത് ഡയറക്റ്റ്. അതിന്റെ ഇടയിൽ ഒരാൾ ആവശ്യമില്ല, ഒരിടയാളന്റെ ആവശ്യമില്ല. ഡയറക്റ്റ് അല്ലേ? ദുഊനി, നീ എന്നെ വിളിക്ക്, അസ്തജീബു ലക്കും, ഞാൻ നിനക്ക് ഉത്തരം തരാം. അള്ളാഹ് നമ്മളോട് പറഞ്ഞതല്ലേ, നീ ചോദിക്ക് ഞാൻ തരാം. ഇതിന്റെ അപ്പുറം എന്താ വേണ്ടേ നമുക്ക്? എന്നിട്ട് എന്തിനാ പിന്നെയും പിന്നെയും ഓരോര് ആൾക്കാരുടെ ഇടയിലേക്ക് എന്തിനാ നമ്മൾ ചെല്ലുന്നേ? കണ്ട ജാറങ്ങളിലും മക്ബറകളിലേക്കും എന്തിനാ പോകുന്നേ? തങ്ങന്മാരടുത്തും ബീവിമാരടുത്തും ജിന്നുമാരടുത്തും എന്തിനാ പോകുന്നേ? ഇപ്പോഴും 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 അത്തരം ദുർബല വിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്ന എത്ര ആൾക്കാരാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നമുക്ക് എന്തെങ്കിലും ചോദിക്കണോ, പറയണോ? നമ്മളെ മുമ്പിൽ നമ്മളെ റബ്ബുണ്ടല്ലേ? വഹുവ മഅക്കും ഐനമാ കുന്തും, നീ എവിടെയാണെങ്കിലും അള്ളാഹ് നമ്മളെ കൂടെ, എന്ത് പറഞ്ഞാലും കേൾക്കുന്ന, അല്ലെ? എന്ത് പറഞ്ഞാലും നമുക്ക് ചെയ്തു തരാൻ കഴിയുന്ന, ലോകങ്ങളുടെ രക്ഷിതാവായ, നാളത്തെ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത്, എന്താ ചോദിക്കുന്നത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി ഭാഗം പറ്റുമെങ്കിൽ ഇതേപോലെ അടുത്ത ആഴ്ച സൂറത്ത് ആൽ ഇമ്രാന്റെ തുടക്കത്തിൽ നമുക്ക് പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അത് ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാനും അത് ഉൾക്കൊണ്ട് ജീവിക്കാനും മരണം വരെ അള്ളാഹുവിന്റെ ഹിദായത്തിലായിക്കൊണ്ട് ജീവിക്കാൻ എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രാർത്ഥനയിൽ എല്ലാവരും പരസ്പരം എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക. ഫിത്നയുടെ വല്ലാത്ത അതിപ്രസരത്തിന്റെ ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കൾക്ക് വേണ്ടിയിട്ട് അത്രയും ആത്മാർത്ഥമായിട്ട് ആവർത്തിച്ച് അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹു എല്ലാ മക്കളെയും ഹിദായത്തിന്റെ വഴിയിലാക്കി, സന്മാർഗത്തിന്റെ വഴിയിലാക്കി തരട്ടെ. ആമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ. നസീറ, ഈ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്ത് എന്നിട്ട് അടുത്ത മറ്റേ റെക്കോർഡിംഗ് അയക്കും.